ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട അൽഫോൻസാസ് ഷൈൻ്റെ റെക്ടർ അഗസ്റ്റിനച്ച, അൽഫോൻസാസ് ഷൈനിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റാദരണീയരായ വൈദികരെ, പരിശുദ്ധമായ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അബ്രാഹമച്ച, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ച, പ്രിയ ബഹുമാനപ്പെട്ട അഭിഷേകച്ച, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഭക്തിപൂർവ്വം നമ്മളെല്ലാം ആചരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകം ഭക്തർ ഈ ദിവസങ്ങളിൽ ഭരണങ്ങാനത്ത് വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതായിട്ടും അനേകം പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രോഗീ ദിനമാണ്. ഈ തിരുനാളിൽ ഈ ദിവസം പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. രോഗികളാണ് നമ്മിൽ പലരും. നമ്മുടെ എല്ലാം വീടുകളിൽ അനേകം രോഗികളുണ്ട്. നമ്മോടൊപ്പം സമൂഹത്തിൽ അനേകം രോഗികൾ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് കരുതലാകാനും കാവലാകാനുമൊക്കെ ഉള്ള ഉത്തരവാദിത്തമാണ് ഇന്ന ദിവസം സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയും രോഗിയായിരുന്നു. ഇന്ന് അനേകം രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയായി അൽഫോൻസാമ നിലകൊള്ളുകയാണ്. അൽഫോൻസാമയുടെ തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം കൈത്താക്കാലത്തിൽ സഭയുടെ വളർച്ച പ്രത്യേകമായിട്ട് നാം അനുസ്മരിക്കുകയാണ്. സഭയുടെ വളർച്ചയിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവരാണ് വിശുദ്ധാത്മാക്കളെല്ലാം. കേരള സഭയെ സംബന്ധിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവും മരണവും മരണശേഷമുള്ള അവരുടെ ഈ കബറിടവുമെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് നിദാനമാകുന്ന രഹസ്യങ്ങളാണ്. ഇന്ന ദിവസം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ സഭാമാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ചെയ്യുവിൻ എന്നാണ്. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരോട് ചെയ്യുക. ബൈബിളിൽ സുവർണ നിയമം എന്ന പേരിലാണ് ഈ വചനം അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ളൊരു വചനമാണ്. മറ്റുള്ളവരെങ്ങനെ നമ്മോട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് ചെയ്യുകയും. അൽഫോൻസാമ ഈ ഒരു മാതൃകയാണ് നമുക്കെല്ലാം നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ ഈ വചനം പൂർണ്ണമായിട്ട് ശരിയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി, ഈശോയോടുള്ള സ്നേഹത്താൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അൽഫോൻസാമ തൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് ദൈവഹിതത്തിന് കയ്യേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ജീവിതം, തൻ്റെ സഹനത്തെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തിയ വ്യക്തിയായിട്ടാണ് അൽഫോൻസാമയെ നമ്മൾ കാണുന്നത്. സഹനം ഒരു പ്രാർത്ഥനയാണ്. അതിന് ദൈവസന്നിധിയിൽ എത്രമാത്രം വിലയുണ്ട്. ഈശോയുടെ സഹനത്തോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളും നാം സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥനയായി അത് രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ സഹനത്തെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തി അൽഫോൻസാമ നമ്മോടും
ഈ ഒരു ദർശനമാണ് പാലിക്കാനായിട്ട് ആഗ്രഹിക്കുകയും നിർദ്ദേശിക്കുകയും എല്ലാം ചെയ്യുന്നത്. അൽഫോൻസാമ ആ പ്രാർത്ഥനയിൽ തൻ്റെ ബലി അർപ്പണം, ഓരോ ദിവസവുമുള്ള ബലി അർപ്പണത്തിൽ ഈശോയുടെ രക്ഷാകരമായ അനുഭവത്തിൽ ആയിരുന്നു. അങ്ങനെ തൻ്റെ ബലി അർപ്പണം, ബലി അർപ്പകയും ബലി വസ്തുവുമായിട്ട് അൽഫോൻസാമ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെല്ലാം ബലി അർപ്പകരാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ബലി അർപ്പകരും ബലി വസ്തുവുമായി തീരുകയാണ്. അങ്ങനെയാണ് ഈശോയുമായിട്ട് നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കുന്നത്. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പായുടെ പ്രഥമ ചാക്രിയ ലേഖനമാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്. നിർമ്മിത ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ മഹത്തായ മനുഷ്യവംശത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിയ ലേഖനം. 19-ാം നൂറ്റാണ്ടിൽ മനുഷ്യജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച സംഭവമായിരുന്നു വ്യവസായ വിപ്ലവം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മനുഷ്യവംശത്തിന് സംഭവിച്ച വലിയ ആഘാതം, മനുഷ്യൻ്റെ മഹത്വത്തിന് സംഭവിച്ച വലിയ ആഘാതം കണക്കിലെടുത്താണ് അന്ന് പരിശുദ്ധ പിതാവ് ലയോ 13 റേരും നൊവാരും ചാക്രിയ ലേഖനം എഴുതുകയും അതിലൂടെ ലോകത്തിനൊരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്തു. ചൂഷണവും അസമത്വവും വർദ്ധിക്കുകയും ലാഭവും ഉൽപ്പാദനവും മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള മനുഷ്യൻ്റെ പുരോഗതി മനുഷ്യ മഹത്വത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് കണ്ടതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് റേരും നൊവാരും ചാക്രിയ ലേഖനത്തിലൂടെ ലോകത്തോട് സംസാരിച്ചത്. ആ ദൈവത്തിൻ്റെ ശബ്ദമായിട്ടാണ് ലോകം കേട്ടത്. ആ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ശബ്ദമായി റേരും നൊവാരും ചാക്രിയ ലേഖനം നിൽക്കുകയാണ്. വ്യവസായ വിപ്ലവത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് മറ്റൊരു വിപ്ലവത്തിൻ്റെ കാഹളമാണ് ലോകമെമ്പാടും മുഴങ്ങുന്നത്. അത് സാങ്കേതിക വിപ്ലവമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ നിർമ്മിത ബുദ്ധിയിലൂടെ ലോകത്തെ കീഴടക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവം വീണ്ടും പരിശുദ്ധ പിതാവിലൂടെ നമ്മോട് സംസാരിക്കുന്നതാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്. മഹത്തായ മനുഷ്യവംശം, മനുഷ്യജീവിതത്തിൻ്റെ ഫലദായകത്വം, അതിൻ്റെ അളവുകോലായിട്ട് ലാഭം, കാര്യക്ഷമത, സ്വാധീനശക്തി ഇവയൊന്നുമല്ല നിർണയിക്കപ്പെടേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ പരിഗണിച്ചാൽ വലിയ ആഘാതമാണ് മനുഷ്യൻ്റെ മഹത്വത്തിന് സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയാണ്. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും എന്ന വാദം നിലനിൽക്കുമ്പോഴും മനുഷ്യന് സവിശേഷമായൊരു നിലനിൽപ്പിൻ്റെ മൂല്യമുണ്ട്, ഒന്തോളജിക്കൽ ഡിഗ്നിറ്റി. അത് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മൂല്യം മനുഷ്യനാണ് എന്നതിലാണ് മനുഷ്യൻ്റെ മൂല്യം. അവൻ രോഗിയോ ദരിദ്രനോ പാപിയോ വയോധികനോ വിദ്യാഭ്യാസമില്ലാത്തവനോ ശാരീരിക ഭൗതിക പക്വതയില്ലാത്ത വ്യക്തിയോ ഒക്കെ ആകാം. പക്ഷെ ഇതൊന്നും അല്ല മനുഷ്യൻ്റെ മഹത്വം. മനുഷ്യനായിരിക്കുന്നു എന്നതാണ്. അവൻ രോഗിയാകാം, മറ്റ് പല ബലഹീനതകൾ ഉണ്ടാകാം. അതൊന്നുമല്ല പ്രധാനം. മനുഷ്യൻ്റെ മഹത്വം മനുഷ്യനായിരിക്കുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിൻ്റെ മകുടമാണ്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ രൂപപ്പെടുത്തിയവനാണ്. ദൈവം തൻ്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് വീണ്ടെടുത്ത് രക്ഷിച്ച വീണ്ടെടുപ്പിൻ്റെ വില എന്താണെന്ന് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനായ നമ്മുടെ എല്ലാം മൂല്യം
എത്ര മഹത്വരമാണെന്ന് മനുഷ്യാവതാരത്തിലൂടെ വ്യക്തമാകുകയുമാണ്. അതുകൊണ്ടാണ് പാപികളെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നതും മനുഷ്യൻ്റെ മഹത്വം കണക്കിലെടുത്താണ്. ഇവിടെയാണ് അൽഫോൻസാമയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജീവിതകാലത്തിൻ മഹാഭൂരിപക്ഷ സമയവും രോഗിയായി കിടക്കയിൽ ദീനാവസ്ഥയിൽ കഴിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയെ ദൈവം ഉയർത്തി. രോഗിയാണ് എന്ന കാരണത്താൽ പരിശുദ്ധ പിതാവ് പറയുന്നു, ആരുടെയും മൂല്യം, വില കുറയുന്നില്ല. കാരണം അവൻ മനുഷ്യനാണ്. മനുഷ്യ മഹത്വത്തിൻ്റെ വില മനുഷ്യനാണ് എന്നതാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അത് നിലനിൽക്കുന്ന ഒന്നാണ്. അൽഫോൻസാമ ഈ രോഗാവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തി. അൽഫോൻസാമയെ ദൈവം വിശുദ്ധിയാക്കി നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, മനുഷ്യൻ്റെ മഹത്വം നമ്മൾ കാണുകയാണ്. അതാണ് പരിശുദ്ധ പിതാവ് ചാക്രിയ ലേഖനത്തിലൂടെ പഠിപ്പിച്ച കാര്യം. അൽഫോൻസാമ എന്ന വ്യക്തിയുടെ മഹത്വം മനുഷ്യനായി എന്നതാണ്. ആ വ്യക്തി എന്താണ് ഈ ലോകത്ത് ചെയ്തതെന്നോ, ആ വ്യക്തിയുടെ ജീവിതകാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആണ് ചെയ്തിട്ടുള്ളതെന്നോ ഒന്നും കണക്കിലെടുത്തുള്ളതല്ല. നീ മനുഷ്യനാണ് എന്നതിലാണ് നിൻ്റെ വിലയും നിലയുമെല്ലാം. അതാണ് ദൈവം പരിഗണിക്കുന്നത്. അങ്ങനെ രോഗിയായിരുന്നുവെങ്കിലും കിടക്കയിലായിരുന്നെങ്കിലും പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് നിരന്തരം ഐക്യപ്പെട്ട് രോഗത്തെ കൃപയാക്കി മാറ്റിയ അൽഫോൻസാമ നമ്മോടും പറയുന്നുണ്ട്, നമ്മുടെ രോഗവും കൃപയായി തീരണം. അതിലൂടെ മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് ലോകം അറിയണം. രോഗിയായതുകൊണ്ട് മനുഷ്യൻ്റെ വില ഇടിയുന്നില്ല, മറിച്ച് ദൈവസന്നിധിയിൽ അവന് എന്നും നിലനിൽക്കുന്ന സ്ഥായി ഭാവമാണുള്ളത്. ഇന്ന് അൽഫോൻസാമയുടെ കബറിടം അനേകം മനുഷ്യരുടെ ആകർഷണ കേന്ദ്രമാണ്. കാരണം ഈ കബറിടത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്ന കേന്ദ്രമായിട്ട് ഭരണങ്ങാനം മാറിയിരിക്കുകയാണ്. ദൈവിക രഹസ്യങ്ങളുടെ വ്യാഖ്യാനമായി ഇന്ന് ഈ കബറിടം മാറിയിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിക്ക് വഴിതെറ്റാതിരിക്കാനുള്ള രഹസ്യം അൽഫോൻസാമയിലൂടെ ലോകം കേൾക്കുന്നുണ്ട്. AI-യുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് വഴിതെറ്റാതിരിക്കാൻ അൽഫോൻസാമ നൽകുന്ന പ്രബോധനം, AI അതിനോട് ചേർന്ന് ACI ആയിരിക്കണം പ്രധാനമാണ്. ഓൾട്ടർ സെൻറ്റേഡ് ഇൻ്റലിജൻസ്, ബലിപീഠ കേന്ദ്രീകൃതമായ ബുദ്ധി, അതായിരിക്കണം മനുഷ്യന് ഇന്ന് പ്രധാനമായിട്ടുള്ള വെളിച്ചമായിട്ടുണ്ടായിരിക്കേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്നുള്ള പ്രചോദനം നാം ഉൾക്കൊള്ളണം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്ന് നാം അറിയുന്നത് ഈ ബലിപീഠത്തിനടുത്ത് നിൽക്കുമ്പോഴാണ്. ഞാൻ ഈ പ്രകൃതിയുടെ സംരക്ഷകനാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ഈ ബലിപീഠത്തിൽ നിൽക്കുമ്പോഴാണ്. സർവോപരി ദൈവഹിതത്തിൻ്റെ ഇഷ്ടം, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തരമായതെന്ന് നാം അറിയുന്നതും ഈ ബലിയിലും ബലിപീഠത്തിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്ന ദൈവകൃപയിലാണ്. 1 സാമുവേൽ 3:3 വചനം, ബാലനായ സാമുവേൽ ദേവാലയത്തിൽ കർത്താവിൻ്റെ പേടകത്തിനോട് ചേർന്ന് വളർന്നു വന്നു. അതാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ ബാലനായ സാമുവേൽ ദേവാലയത്തിൽ ബലിപീഠത്തിനോട് ചേർന്ന് കിടന്ന് വളർന്നവനാണ്. ആ ബലിപീഠം അവനെ വിശുദ്ധമാക്കി മാറ്റുകയാണ്. ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് അവനെ പ്രാപ്തനാക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18:30 വചനം, കർമ്മലമലയുടെ മുകളിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ തകർത്ത കർത്താവിൻ്റെ ബലിപീഠം, അതിൻ്റെ കേടുപാടുകൾ ഏലിയ ആദ്യം നീക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്.
ബാലിൻ്റെ പ്രവാചകന്മാർ തകർത്ത കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ കേടുകൾ പോക്കിക്കൊണ്ടാണ് ഏലിയ കർമ്മലമലയുടെ മുകളിൽ ബലിയർപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം ബലിപീഠ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ആത്മീയതയുടെ ആവശ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. രോഗിയായി ദീനാവസ്ഥയിൽ കിടക്കുമ്പോഴും അൽഫോൻസാമ ദൈവം നൽകിയ ഭക്ഷണം, പരിശുദ്ധ കുർബാന, ജീവൻ്റെ അപ്പമായിട്ട് ഇഹത്തിലും പരത്തിലും അനുഭവിച്ച വ്യക്തിയാണ്. അൽഫോൻസാമയുടെ ഭക്ഷണം അതായിരുന്നു പരിശുദ്ധ കുർബാന. ആ കുർബാനയിലൂടെ ജീവൻ്റെ അപ്പം ഭക്ഷിച്ച് ഇഹത്തിലും പരത്തിലും ദൈവോന്മുഖമായിട്ട് സഞ്ചരിക്കാനായിട്ട് അൽഫോൻസാമയ്ക്ക് സാധിച്ചു. ശരിയായ വഴി, പുരോഗതിയിലും വളർച്ചയിലും അതിൻ്റെ എല്ലാം നടുവിൽ ശരിയായ വഴി അറിയാൻ ദേവാലയം, ബലിപീഠം, ബലിയർപ്പണം, ദൈവവചനം ഇതെല്ലാമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അപ്പം തിരിച്ചറിയുക, ശരിയും തെറ്റും, നന്മയും തിന്മയുമെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നതും ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക വെളിച്ചം കൊണ്ടാണ്. പരിശുദ്ധ പിതാവ് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ തൻ്റെ ചാക്രിയ ലേഖനത്തിൽ 2 പ്രതീകങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേൽ ഗോപുര നിർമ്മാണവും നെഹേമിയായുടെ പുസ്തകത്തിൽ ജെറുസലേം നഗരത്തിൻ്റെ പുനർനിർമ്മാണവും. ബാബേൽ ഗോപുര നിർമ്മാണത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയും കഴിവും സിദ്ധിയും എല്ലാം ഉപയോഗപ്പെടുത്തി, എന്നാൽ ദൈവത്തെ അവൻ മാറ്റി നിർത്തി. ദൈവത്തിന് സ്ഥാനമില്ലാത്ത ബാബേൽ ഗോപുരം ഇടിഞ്ഞു വീഴുകയാണ്. നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ് അതിനുണ്ടാകുന്നത്. മാത്രമല്ല, അത് അരാജകത്വത്തിലേക്കും അനീതിയിലേക്കും അസമത്വത്തിലേക്കും എല്ലാം നീങ്ങുന്ന അവസ്ഥയായി. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവ കേന്ദ്രീകൃതമായിരിക്കണം. അൽഫോൻസാമയുടെ തിരുനാളിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം നിയന്ത്രിക്കാൻ ഇടയാകുന്ന വിധം നമുക്ക് നമ്മുടെ അകത്തെയൊക്കെ പരിമിതപ്പെടുത്താനായിട്ട് കഴിയണം. എല്ലാം ഞാൻ നിയന്ത്രിക്കുന്നു എന്നതല്ല, കർത്താവെ അങ്ങ് എന്നെ നിയന്ത്രിക്കണമേ എന്ന് പറയാൻ ഇടയാകുന്ന വിധത്തിൽ അതാണ് അൽഫോൻസാമ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതനുവർത്തിക്കാനാണ് നമുക്ക് കടമയുള്ളത്. നെഹേമിയ ജെറുസലേമിൻ്റെ പുനർനിർമ്മിതിക്ക് പ്രാർത്ഥനയും പരിത്യാഗവും പരസ്പര സഹകരണവും ദൈവാശ്രയവും ആവശ്യ ഘടകങ്ങളാക്കി. അവിടെ ദൈവമക്കൾ വിജയം നേടുന്നതും നാം കാണുന്നുണ്ട്. നെഹേമിയയുടെ പുസ്തകം 6, 15, 16 വചനങ്ങൾ. അങ്ങനെ 52-ാം ദിവസം ഏലൂൾ മാസം 25-ാം ദിനം ജെറുസലേം നഗരത്തിൻ്റെ മതിൽ പണി പൂർത്തിയായി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ ഈ പണി പൂർത്തിയായെന്ന് ജനം മനസ്സിലാക്കി. അതാണ് നെഹേമിയയുടെ നേതൃത്വത്തിൽ ജെറുസലേമിൻ്റെ പുനർനിർമ്മാണം. ജനങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് പൂർത്തിയായിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സമർപ്പിക്കാനും ദൈവം നൽകുന്ന ശക്തിയാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കാനും മനുഷ്യന് കഴിയണം. അൽഫോൻസാമയുടെ കബറിടം ഇന്ന് അനേകരെ ഒന്നിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായി മാറുന്നു. കാരണം ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം, ഈ കബറിടം ഇവിടെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ നമ്മെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ പ്രയത്നങ്ങളും അവൻ്റെ പ്രതീക്ഷകളും അവൻ്റെ എല്ലാ താല്പര്യങ്ങളും ഫലദായകമാകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തി വഴിയായിട്ടാണ്. അൽഫോൻസാമ ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും നാം കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ അവനെ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ഈ സാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലത്ത് മനുഷ്യനുണ്ടാവണം. അപ്പോഴാണ് വഴിതെറ്റാതെ
മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. മാനവരാശിക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ക്രമീകരിക്കാനും കഴിയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോഴാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവചേതനയെ ഒക്കെ ബലിപീഠത്തോട് ദൈവത്തിൻ്റെ ശക്തിയോട് ചേർത്ത് വളർത്താൻ നമുക്ക് കഴിയണം. അൽഫോൻസാമ നൽകുന്ന പ്രബോധനം അതാണ്. നമുക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം തേടാം. ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച് ബോധ്യപ്പെട്ട് ഇന്ന് അനേകർക്ക് ഈ കബറിടം ദൈവശക്തിയായി പരിണമിച്ചുവെങ്കിൽ അതിന് കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണ്. നമുക്കും അൽഫോൻസാമയുടെ മാതൃക തുടരാം. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമ്മെ നയിക്കട്ടെ. ഈ തിരുനാൾ ഭംഗിയാകാൻ അധ്വാനിക്കുന്ന റക്ടറത്തിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല ഒരു ടീമും വൈദികര്, സന്യസ്തര്, അൽമായരെല്ലാം ചേർന്നാണ് ഇവിടെ അധ്വാനിക്കുന്നത്. അവരുടെ അധ്വാനം തീർച്ചയായിട്ടും ദൈവത്തോടു കൂടെയാണ്, ദൈവാനുഭവത്തിന് കാരണമാകുന്ന വിധമാണ്. നമുക്കെല്ലാം നന്ദിയോടെ ഈ ബലി അർപ്പിച്ച് അൽഫോൻസാമ വഴി ദൈവം വരുംകാലങ്ങളിൽ നമ്മെ നയിക്കാൻ ആവശ്യമായ കൃപ തരട്ടെ എന്നപേക്ഷിക്കാം. രോഗികളായ എല്ലാവരെയും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ അവരെ എല്ലാം സമർപ്പിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് നൽകുന്ന പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് എല്ലാ വളർച്ചയിലും വിപ്ലവത്തിലും സാങ്കേതിക മുന്നേറ്റത്തിലുമെല്ലാം ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.